ഞാൻ ഇന്ന് രാത്രി ചോറ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ്. ചോറ് വേണ്ട, വൈകിട്ടത്തെ ചായ കഴിച്ച് ഞാൻ പൊതുവിൽ രാത്രി അങ്ങനെ ചോറ് കഴിക്കില്ല. എന്തെങ്കിലും വൈകിട്ടത്തെ ചായ കുടിച്ച് കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടാവില്ല. വിശക്കുന്നുണ്ടെങ്കിലും രാത്രി അങ്ങനെ ചോറ് തിന്നയില്ല, വെയിറ്റെല്ലാം ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇന്നിതാ മീനിൻ്റെ നല്ല വരട്ടിയ ചട്ടിയുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ബാവേട്ടൻ ചോറ് തിന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഓറീൻ്റെ അകത്തുനിന്ന് കഷ്ണമെല്ലാം എടുത്ത് തിന്ന് നോക്കുമ്പോൾ ചട്ടി ഇങ്ങനെ തന്നെ കിടക്കുന്ന. എൻ്റെ അച്ചു ഉണ്ടെങ്കിൽ അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് മീനിൻ്റെ മുളകെല്ലാം ഇട്ട് ചോറും ഇട്ട് കൂട്ടി ഇങ്ങനെ പെരക്കിയിട്ട് കഴിക്കുക. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഓനില്ലാത്തതുകൊണ്ട് ഈ ചട്ടി ഞാൻ വിചാരിച്ച് എന്തായാലും കളയണ്ട, ഞാനെന്തായാലും കഴിക്കട്ടെ എന്ന്. അപ്പോൾ അടിപൊളി ഇതാണ്ട ഇങ്ങനെ ഉണ്ടാവും മീനിൻ്റെ ആ മുളകിൻ്റെ ചാറും പുളീൻ്റെ ഒരു ഇതെല്ലാം കൂട്ടി. അല്ലെങ്കിൽ ഈ മീനിൻ്റെ ചട്ടി കുറേ എന്താ പറയണ്ടേ, പഴുതാകും തോറും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ ചട്ടീൻ്റെ അകത്ത് മീൻ വരട്ടിയാലും പുളിയും മുളകിട്ടാലും കറി വെച്ചാലെല്ലാം ചട്ടി പഴുതാകും തോറും എന്താവും, ടേസ്റ്റ് കൂടും. അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ പണ്ടത്തെ കച്ചട്ടി പോലെ തന്നെയാണ് ഈ ചട്ടി, മീൻ ചട്ടിയും. വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് ഇങ്ങനെ നല്ല കൂടി വരും. അപ്പം ഞാനിതാ എന്താ പറയണ്ടേ, വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ, ഇന്നത്തെ ഇത് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും എന്താ പറയണ്ടേ, എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ. കണ്ടാ, അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കുഴച്ച് തിന്നേ സൂപ്പർ. വായിന്ന് വെള്ളം വിടും. എന്ത് വെയിറ്റ് കുറയണമെന്ന് വിചാരിച്ചാലും എന്ത് ഇതായിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ചട്ടിയും ചോറും മീനിൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏത് ഷുഗറുള്ള ആൾക്കാരും വെയിറ്റ് കുറയേണ്ട ആൾക്കാരും ചോറ് തിന്നു പോകും. ഇത് ഞാൻ വെച്ചോണ്ട് പറയുന്നില്ല, എല്ലാ മീൻ ചട്ടീൻ്റെയും പ്രത്യേകതയായത്. വെക്കുന്ന പോലെ ഇരിക്കും. നോക്കണം.